നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റെല്ലാ മേഖലയും പോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം ഈ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മുഖാമുഖം കാണുന്നില്ല. നമ്മുടെ നിയമങ്ങളിൽ കുട്ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി എന്നതാണ്. അതിന് ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക പക്വതയാണ് ഇതിനകത്ത് എല്ലാത്തിലും വലുത്. കുട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ 13 വയസ്സിൽ താഴെയുള്ളവന് ഫോൺ കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സൈറ്റിലൊന്നും കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതായത് ഫോൺ മേടിച്ച് വയ്ക്കുന്ന, പഠിക്കാൻ പറയുന്ന, കളിക്കാൻ വിടാത്ത അച്ഛനും അമ്മയും ശത്രുക്കൾ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ചെലവഴിക്കുന്നത്. കുഞ്ഞിക്കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത്. ലോ പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും സോഷ്യൽ മീഡിയയും കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ വിമൽ കുമാർ സാറാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. സർ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൻ്റെ ഇപ്പോൾ ഒരു മെയിൻ പാർട്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് സൈഡ് ഉണ്ടാവും, ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ടാവും ഗുണവും ദോഷവും ഒക്കെ. എന്താണ് സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളും? ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നടപ്പുള്ള കാര്യമല്ല. അത് മുതിർന്നവരായാലും കുട്ടികളായാലും ഏതൊരു സാധനത്തിനും നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഉള്ള പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ ഒരു പോരായ്മ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെല്ലാം ഗവൺമെൻറ് മോണിറ്റേഡ് ആയിട്ടുള്ള ഒരു പ്രോക്സി സംവിധാനം വഴിയാണ് ഇൻ്റർനെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് സുരക്ഷിതത്വം കൂടുതലായിരുന്നു. മുമ്പ് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേയൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയ പല ആളുകളോട് ഒരു ക്രൈമിൽ വിവരം ചോദിച്ചാൽ ചിലത് കിട്ടില്ല, ചിലത് ഡിലേ ആവും, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ കുട്ടികളെ ചൈൽഡ് പോണോഗ്രാഫി അങ്ങനത്തെ ക്രൈംസിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ വിവരങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. മുന്നേ നമ്മൾ പറയില്ലേ, ഒരു സൈബർ ക്രൈമിന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ ആവുന്നു, അല്ലെങ്കിൽ ഇത് പറ്റുന്നില്ല. അതൊക്കെ മുന്നത്തെ കാരണങ്ങളാണ്. പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംവിധാനങ്ങളും എല്ലാം വളരെ സ്ട്രോങ് ആണ്. കേരള പോലീസിൻ്റെ തന്നെ ഒരുപാട് ഇപ്പോൾ സൈബർ ഡോം പോലുള്ള ഒരുപാട് കണ്ണുകൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും മേലിൽ. എങ്കിൽ കൂടിയും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റെല്ലാ മേഖലയും പോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം ഈ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ട്. അഡ്വാൻറ്റേജിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ക്രിയേറ്റ് ന്യൂ സോഷ്യൽ കണക്ഷൻസ്. പുതിയ ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം സോഷ്യൽ മീഡിയ തരുന്നു. അതായത് ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് പുതിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പുതിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും, ചീത്തയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ആൾക്കാരായിട്ട് നമുക്ക് ഒരു വേണ്ട കാറ്റഗറി, ഇപ്പോൾ നമ്മൾ സിനിമ ഫീൽഡാണെങ്കിൽ ആ കാറ്റഗറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറ്റും. രണ്ടാമതായിട്ട് പറയാവുന്നത് ഈസി ആൻഡ് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ. പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരാളായിട്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സിബ്ലിങ്സ്, അല്ലെങ്കിൽ പാരൻസ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ കോൾസ് ചെയ്യാൻ പറ്റും. മൂന്നാമത് പറയാനുള്ളത് റിയൽ ടൈം ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ. റിയൽ ടൈം പെട്ടെന്ന് നമുക്ക് ന്യൂസസ് ഒക്കെ കിട്ടാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. നമ്മൾ പണ്ട് പറയില്ലേ, പൊട്ടക്കുളത്തിലെ തവളകളായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു വേൾഡിൽ നിന്ന് പുറത്ത് മാറി പുറത്ത് ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു, പുറത്ത് ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇപ്പോൾ ഡൽഹിയിലെ ലൈഫ് എന്താണ്, അതുപോലെ ദുബായ് ലൈഫ് എന്താണ്, ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുമെല്ലാം നമുക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇത് മുഖേന നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. തൊഴിലവസരങ്ങൾ ഒരുപാട് കൂടും. ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരും അങ്ങനെയൊക്കെ പല ഓഫീസേഴ്സ് വർക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ
തൊഴിലവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഷെയർ ഐഡിയാസ്, നമുക്ക് വരുന്ന ഐഡിയാസ് എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൻ്റെ HM ആണ്, അവർക്ക് കുറേ ഐഡിയാസ്, കുട്ടികളുടെ കാര്യത്തിൽ കുറേ ഐഡിയാസ് വന്നു, അവർക്കത് മറ്റുള്ള സ്കൂളുകളിലെ അധ്യാപകരായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ പ്രിൻസിപ്പാൾമാർക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ അങ്ങനെ പല ഗ്രൂപ്പുകളിലായാലും അതേപോലെ സോഷ്യൽ മീഡിയയിലായാലും ആ ഒരു അധ്യാപികയ്ക്ക് മറ്റുള്ള ടീച്ചേഴ്സിനെ എങ്ങനെ അവെയർ ആക്കാം കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ, അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഇതിൽ നിന്ന് കിട്ടും. അടുത്തതായിട്ട് പറയാവുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലരുടെയും സ്പീച്ചുകൾ കേൾക്കുക, അതേപോലെ ഇപ്പോൾ ശശി തരൂരിൻ്റെയൊക്കെ സ്പീച്ചുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കുറേ ലാംഗ്വേജസ് നമുക്ക് കിട്ടും. സർ, ഇപ്പോൾ അഡ്വാൻറ്റേജസ് കുറേ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മുഖാമുഖം കാണുന്നില്ല. അതായത് ഒരാളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാൾ ഏത് പേഴ്സൺ ആണെന്ന് ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതേ പരിചയമില്ലാത്ത ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ അയാളുടെ മുഖം തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഹിസ്റ്ററി നമ്മൾ നോക്കണം. അവർ താഴെയിട്ടിരിക്കുന്ന ഫോട്ടോസ്, മനോഹരമായിട്ടുള്ളൊരു മുഖമായിരിക്കും ചിലപ്പോൾ കാണുന്നത്, അതായിരിക്കണം എന്നില്ല അതിൻ്റെ പുറകിലുള്ള ആൾ. അങ്ങനെ നമ്മൾ ഒരുപാട് കേസസ് അങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ. ഫേക്ക് ഐഡീസ് ഉണ്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരാളെ ആഡ് ചെയ്യാൻ. പരിചയമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല, പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു IPS ഓഫീസറുടെ പടം വെച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്, നമ്മൾ അയാളാണെന്ന് രീതിയിൽ സംസാരിക്കും, ചിലപ്പോൾ അയാളായിരിക്കണം എന്നില്ല. മറ്റൊരു ന്യൂനതയായിട്ട് പറയാനുള്ളത് ഒരുപാട് സമയം നമ്മൾ അതിൻ്റെ പുറകെ കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയാത്മകമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ പുറകെ പോയി കളയും. ഇപ്പോൾ ചില സമയത്ത് ഞാൻ തന്നെ ആയാലും ചില റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഹാഫ് ആൻ അവർ, ചിലപ്പോൾ 1 hour ഇരിക്കുമ്പോഴായിരിക്കും എനിക്ക് തന്നെ മനസ്സിലാവണേ, അയ്യോ എനിക്ക് ആ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ അതൊരു വലിയ ന്യൂനതയാണ് ഈ സോഷ്യൽ മീഡിയയുടെ പറയാവുന്നത്. മറ്റൊരു ന്യൂനത മിസ്ലീഡിങ് ഇൻഫർമേഷൻസ്, ഫേക്ക് ന്യൂസ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് എന്താ? മഞ്ജു വാര്യരുടെ കല്യാണം കഴിഞ്ഞു, കണ്ടിട്ടില്ല? മിക്കവാറും നമ്മൾ കാണാറുണ്ട്, അത് എല്ലാവരും ക്ലിക്ക് ചെയ്ത് നോക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ന്യൂസുകളിലൊന്ന്. സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഇടയ്ക്ക് ഫോട്ടോസ് വയ്ക്കണമെന്നില്ല, മഞ്ജു വാര്യരുടെ കല്യാണം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ, നെഗറ്റീവ് ന്യൂസസ്, ഇതെല്ലാം പ്രചരിപ്പിക്കും. അതേപോലെ അതൊക്കെ ഒരുപാട് ഇമ്പാക്റ്റുകൾ പല കുട്ടികളുടെ മനസ്സിലും അതേപോലെ മുതിർന്നവരുടെ മനസ്സിലും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ ഈ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് തന്നെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ നമ്മൾ അതിലൊക്കെ വീണു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു കാര്യം പറയാനുള്ളത് ഫേക്ക് അക്കൗണ്ട്സ്. റിയൽ ആയിരിക്കണം എന്നില്ല, നമ്മൾ കാണുന്ന അക്കൗണ്ട്സ് പലരും റിയൽ ആയിരിക്കണം എന്നില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ തൊട്ട് DGPയുടെ അക്കൗണ്ട് വരെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യും ഫേക്കായിട്ട്, എന്നിട്ട് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെ പിള്ളേരെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുട്ടികളായിട്ട് ചാറ്റ് ചെയ്യുന്ന അങ്ങനത്തെ പ്രവണതകളൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഫേക്ക് അക്കൗണ്ട്സിൻ്റെ ഒരുപാട് ഇപ്പോൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അതൊക്കെ ക്യൂർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇത്ര ഫേക്ക് IDs വെച്ച് വരും. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. മറ്റൊരു കാര്യം അഡിക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് നേരം 3-4 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈമിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് അഡിക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ മുതിർന്നവർക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറഞ്ഞാൽ പ്രൈവസി ലോസാണ്. നമ്മുടെ പ്രൈവസി, നമ്മൾ പ്രൈവറ്റ് ആയിട്ടിടുന്ന ഫോട്ടോസ് അതും ഇതൊക്കെ മറ്റുള്ളവരുടെ കയ്യിലെത്തിയും. പിന്നെ നമ്മളിടയ്ക്ക് ചിലർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും, എന്താണ് നമ്മൾ വീട്ടിലില്ല വേറെ സ്ഥലത്താണ്. അപ്പോൾ അതൊക്കെ കള്ളന്മാർക്ക് കാണാനും അത് അവർക്ക് അങ്ങനെയും കുറേ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം കള്ളന്മാർ നോക്കുമ്പോൾ ആ വീട്ടിൽ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കയറാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അത് മാത്രമല്ല നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് ഇതൊക്കെ മിസ്യൂസ് ചെയ്യാനും മറ്റുള്ളവരുടെ കയ്യിലെത്താനും, അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ. ഇപ്പോൾ ചിലർ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് പോസ്റ്റ് ഇടാറുണ്ട്. നമ്മളിപ്പോൾ എബ്രോഡാണ് പോകണമെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് അല്ല, അതിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോ ഉള്ള പേജ് നമ്മൾ ഇടും. അതുപോലെ ആധാർ കാർഡൊന്നും, ഇതൊന്നും ശരിക്കും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചോദിക്കണവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് സൈബർ സെല്ലും അങ്ങനെ മറ്റുള്ളവരൊക്കെ പറയാറുണ്ടെങ്കിലും അത് ആൾക്കാർ ചെയ്യാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. സർ, ഇപ്പോൾ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾ ഇതിനകത്ത് കൂടുതൽ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രായപരിധി ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര വയസ്സിന് ശേഷമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? നമ്മുടെ നിയമങ്ങളിൽ കുട്ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി എന്നതാണ്. അതിന് ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല. സോഷ്യൽ മീഡിയ സൈറ്റായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവരൊക്കെ പറയുന്നത് അവർ നിജപ്പെടുത്തിയിരിക്കുന്ന ഏജ് എന്ന് പറഞ്ഞാൽ 13 years ആണ്. പക്ഷേ 13 വയസ്സുള്ളവരല്ല പ്രധാനമായിട്ട് അതിൽ കയറുന്നത്. 13 വയസ്സ് താഴെയുള്ള കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഫോണിന് അഡിക്റ്റഡ് ആണല്ലോ. പ്രായം ഒരു ഫാക്ടറാണ്. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക പക്വതയാണ് ഇതിനകത്ത് എല്ലാത്തിലും വലുത്. കുട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ 13 വയസ്സിൽ താഴെയുള്ളവന് ഫോൺ കൊടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സൈറ്റിലൊന്നും കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കുട്ടികൾ അതുപോലെ ഈ അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺസ് എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഗെയിംസ് ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഈ ഡ്രഗിൻ്റെ
പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കഞ്ചാവ് ഉപയോഗിക്കുക അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുക അതേപോലത്തെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വലിയൊരു അഡിക്ഷൻ അതിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഇപ്പം. അതിന് കാരണം ചില ഗെയിമുകളാണ്. ഈ ഗെയിമുകളിൽ അവർ അതിനുള്ള ചില പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി വിടുന്നുണ്ട് ഇപ്പം. അതായത് ഇപ്പോൾ PUBG അങ്ങനത്തെയൊക്കെ ഗെയിംസിലെ വയലൻസ് എല്ലാം കുത്തി നിറച്ചിട്ടാണ് വിടുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ അങ്ങനത്തെ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇപ്പം മുന്നത്തെ ഗെയിമെല്ലാം തന്നെയാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഏത് രാജ്യത്തിരുന്ന് പോലും ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് തമ്മിലൊരു ഗെയിം കളിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് PUBG ഒക്കെ ഇപ്പം നമ്മൾ അടുത്ത വീട്ടിലുള്ളവനും നമ്മുടെ കൂട്ടുകാരനായിട്ട് അമേരിക്കയിലുള്ളവനും ഒന്നിച്ചിരുന്ന് കളിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതിൽ കൂടുതലും വയലൻസ് ആണ് കുത്തിക്കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ അഡിക്ഷൻ കുട്ടികൾക്ക് വരുന്നത് കൊണ്ട് അവർക്ക് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പം കുട്ടികൾ ഫോൺ നമുക്ക് തരില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് തരില്ല. അതൊരു തരം അഡിക്ഷനാണ്. ഇപ്പോൾ ഈ കള്ളും കഞ്ചാവും എന്ന് പറഞ്ഞ പോലെ ഒരു തരം അഡിക്ഷൻ തന്നെയാണത്. അതാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് പതുക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മളത് ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളാവും. കാര്യം നമ്മൾ കുട്ടികളിൽ കാണുന്ന ദേഷ്യം, ഇപ്പോൾ എന്നോട് എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞതാണ് ഭയങ്കര ദേഷ്യം മോനെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം അന്വേഷിച്ച് സൈബർ എക്സ്പേർട്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമാണ് ഈ ദേഷ്യത്തിന് കാരണം. മറ്റൊരു കാര്യം പറയാനുള്ളത് കുടുംബാന്തരീക്ഷമാണ്. അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കണം കണ്ടു കഴിഞ്ഞാൽ കുട്ടിയും അത് തന്നെ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആദ്യം സ്വയം നന്നാവുക എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികളെ ഉപദേശിക്കാൻ പാടുള്ളൂ. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള കുട്ടികളെ മാതാപിതാക്കൾക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരിക, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് വളർത്തുന്ന കുട്ടികൾക്ക് കൂടുതലും ഇങ്ങനത്തെ സൗകര്യങ്ങൾ കിട്ടുക, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ കുടുംബാന്തരീക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ കുട്ടികളുടെ സ്കൂൾ അന്തരീക്ഷം അവരെ ബാധിക്കും. കാര്യം കൂടെയുള്ള പിള്ളേരെല്ലാവരും മൊബൈൽ അഡിക്ഷൻ ആണെങ്കിൽ നീ അതെന്താ നോക്കാത്ത, ഇതെന്താ നോക്കാത്ത, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ ഫേസ്ബുക്കിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അതിലേക്ക് വരുത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ കുട്ടി വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ കൂട്ടുകാരുണ്ടല്ലോ, ഈ കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് മൊബൈലുണ്ടല്ലോ, ഇവർക്ക് മൊബൈലുണ്ടല്ലോ എന്നൊക്കെ പലരും പറയും. അപ്പോൾ പാരൻസിന് ഇന്നത്തെ കാലത്ത് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യൽ വളരെ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. ഇനിയൊരു കാര്യമുള്ളത് പിയർ ഗ്രൂപ്പ് പ്രഷർ. നമ്മുടെ പ്രായത്തിനും മുതിർന്നവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ കുട്ടി 8ലാണ് പഠിക്കുന്നത്, കൂടെയുള്ള കമ്പനികൾ കംപ്ലീറ്റ് ഡിഗ്രിക്കാണ് പഠിക്കുന്നത് എങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങൾ ഇവരെ സ്വാധീനിക്കും. ഇപ്പോൾ തന്നെ പല ക്രൈമിലും അങ്ങനെ മുതിർന്നവർ ചെയ്യുന്ന ക്രൈമിൽ കുട്ടികൾ തന്നെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം. അതും ഒക്കെ ഈ പിയർ ഗ്രൂപ്പിൻ്റെ, അതായത് നമ്മുടെ ഒപ്പമുള്ള ഗ്രൂപ്പ് നമ്മളെക്കാൾ മെച്ചുവേർഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ സ്വാധീനം നമ്മളിൽ വരും. അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കൂടി നമ്മളൊന്ന് മോണിറ്റർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സർ, അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായിട്ടും അവന് മാനസിക വളർച്ചയെ അതിനെ ബാധിക്കും. ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, എല്ലാത്തിനെയും കുറിച്ചൊരു ഉത്കണ്ഠ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സ്ട്രെസ്സ്, അതുപോലെ ഡിപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോവും. അതുപോലെ ഉറക്കക്കുറവുണ്ടാവും. ഉറക്കക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴും ഈ റീൽസ് കാണുക, ഒരുപാട് റീൽസ് ഇരുന്ന് 2-3 മണിക്കൂറൊക്കെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ഉറക്കത്തെ അത് ബാധിക്കും. റീൽസും അതുപോലെ ഗെയിമിങ്ങും വരാം, ഗെയിമും ഇതേപോലെ കളിക്കൽ വരാം, TV വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് സാധനമായാലും അമിതമായി കഴിഞ്ഞാൽ അത് കുട്ടികളെ അത് ഇതേപോലെ തന്നെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവൻ്റെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയും. പിന്നീട് വരുന്നത് വാശി. എന്തു പറഞ്ഞാലും വാശി, അതായത് മൊബൈൽ തിരിച്ചു മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വാശി, ഇമോഷൻസ് വരെ, എറിഞ്ഞു പൊട്ടിക്കുക, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന്മാർ ചെയ്യാനുള്ള പല സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ മോശം പെരുമാറ്റം. നമ്മളൊക്കെ 10ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ നമ്മളെടുത്ത് എറിയ അന്നേരത്ത് കേട്ടിരുന്നുള്ളൂ. ഇപ്പം അങ്ങനത്തെ അല്ല, പിള്ളേരുടെ വായിൽ നിന്ന് വരുന്നത് അങ്ങനത്തെ ഇതാണ്. എനിക്ക് പരിചയമുള്ളൊരു സ്കൂളിൽ അച്ഛൻ്റെ പേര് വെച്ചിട്ടാണ് പിള്ളേർക്ക് പേരിട്ടേക്കണേ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരും പ്ലസ് വാഴ, ഇന്ന ആളുടെ വാഴ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരിൽ, അതായത് അച്ഛൻ്റെ പേരും പ്ലസ് വാഴ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡൊക്കെ മാറി തുടങ്ങി. അപ്പോൾ പിള്ളേർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പലതും. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം ഫാമിലി ബിക്കെയിം സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ബിക്കെയിം ഫാമിലി. അതായത് ഇൻ്റർനെറ്റിൽ കാണുന്ന ചേട്ടനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമാണ് എൻ്റെ ഫാമിലി, എൻ്റെ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വീട്ടുകാർ കംപ്ലീറ്റ് അപരിചിതരാണ്. അതായത് ഫോൺ മേടിച്ച് വയ്ക്കുന്ന, പഠിക്കാൻ പറയുന്ന, കളിക്കാൻ വിടാത്ത അച്ഛനും അമ്മയും ശത്രുക്കൾ. അതേസമയം ഇതെല്ലാം എൻകറേജ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ കണ്ട ചേട്ടനോ ചേച്ചിയോ അവരാരാണോ അവരാണ് എൻ്റെ ഫാമിലി എന്നുള്ള തോന്നൽ കുട്ടികൾക്ക് ഉളവാകുന്നുണ്ട്.
ഇതിൻ്റെയൊക്കെ ഫലം വരുന്നത് സൂയിസൈഡ് ടെൻഡൻസി പിള്ളേർക്ക് കൂടുന്നു. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വേറൊരു സാധനം കാണാറുണ്ട്. നമ്മളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വാച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ സൈറ്റിൽ വരുന്നതെല്ലാം ആ വാച്ചിൻ്റെ പരസ്യമായിരിക്കും. അത് നമ്മൾ കാണാറില്ലേ? പല പ്രോഡക്റ്റുകളും, ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ അതെല്ലാം ലിപ്സ്റ്റിക്കിൻ്റെ പുതിയ പരസ്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കുട്ടികൾ സൂയിസൈഡിനെ കുറിച്ചാണ് കുട്ടികൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ പിന്നെ വരുന്നതെല്ലാം സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ചുകൾ, മെത്തേഡ്സ് എല്ലാമായിരിക്കും. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അപ്പം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? അത്ര എളുപ്പമല്ല നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈമിങ് അവർക്ക് കൊടുക്കാം. നമ്മളും കൂടി ഇരുന്നിട്ടുള്ള മോണിറ്ററിങ് ടൈമിൽ കുറേശ്ശെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇത്ര ടൈം പഠിത്തം കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ തരാം, അല്ലെങ്കിൽ 15 മിനിറ്റ്സ് തരാം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെങ്കിലും കാണിച്ചിട്ട് അവരുടെ ഹെൽപ്പ് നമ്മൾ എടുക്കണം. ഒരിക്കലും ചില കുട്ടികളെ പറഞ്ഞ് നേരെയാക്കാം എന്നുള്ളൊരു വിശ്വാസം നല്ലതല്ല. ആവശ്യമാണെങ്കിൽ അവന് വേണ്ട മെൻ്റൽ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. മിക്ക സ്കൂളിലും ഇപ്പം ചൈൽഡ് കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ സഹായം നമ്മൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടതാണ്. പക്ഷേ പലരുടെയും വിചാരം നമ്മുടെ കുട്ടി ഏറ്റവും പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗെയിംസ് കുട്ടികൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് പരമാവധി പ്ലേ സ്റ്റോറിൽ നിന്ന് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് മാത്രമല്ല, അതിൻ്റെ റിവ്യൂ നമ്മൾ നോക്കണം. ആ ഗെയിംസിൻ്റെ റിവ്യൂ താഴെ കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിവ്യൂ കിട്ടും. പെയ്ഡ് റിവ്യൂസ് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യം റേറ്റിംഗും ഇതുള്ള ഗെയിംസ് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. അത് പ്ലേ സ്റ്റോറിൽ നിന്നല്ലാണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ചില സ്ഥലത്ത് കിട്ടാറുണ്ട്, നെറ്റിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. കാര്യം നമ്മുടെ ഫോണിൻ്റെ ആക്സസ് ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗെയിമുകളുടെ ചില ക്രാക്ക്ഡ് വെർഷൻസ് കിട്ടും. അത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. അത് ഗൂഗിൾ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതും ഇതേപോലെ ക്രാക്ക്ഡ് വെർഷൻ കിട്ടും. പക്ഷേ പെയ്ഡ് ആയിട്ടുള്ള വെർഷൻ ഇടണമാണ് നല്ലത്, ആൻറ്റിവൈറസ് ഇടുകയാണെങ്കിൽ. കാര്യം കുറച്ച് പൈസ നമ്മൾ അതിന് വേണ്ടി കൊടുത്താലും ലക്ഷങ്ങൾ പോണേക്കാളും എന്തുകൊണ്ടും ഭേദമല്ലേ നമ്മൾ കുറച്ച് പൈസ മുടക്കി 2000-4000 കൊടുത്തിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എല്ലാവരും അത് ബുദ്ധിമുട്ട് വിചാരിക്കും. എന്നിട്ട് അതിൻ്റെ പൈറേറ്റഡ് വെർഷൻ എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ ക്രാക്ക്ഡ് വെർഷനൊക്കെ നോക്കും. അത് നമ്മൾ ചെയ്യണേക്കാളും എന്തുകൊണ്ടും സേഫ് ഒരു ആൻറ്റിവൈറസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പൈസ കൊടുത്ത് തന്നെ മേടിക്കണം. പിന്നെ കുട്ടികൾക്ക് മൊബൈൽ മേടിച്ച് കൊടുക്കാതെ കൂടുതലും പാരൻസിൻ്റെ ഫോണിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ നോട്ട്സ് അയക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സ് അയക്കുന്നത് പാരൻസിൻ്റെ മൊബൈലിലേക്ക് ആക്കാനൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.